എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസം തീരാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. നമ്മൾ നായക കഥാപാത്രത്തിലേക്ക് കടക്കുകയാണ്. കൗസല്യ തനയനായ, ദശരഥ നന്ദനനായ, ലക്ഷ്മണ ഭ്രാതാവായ, വൈദേഹി രമണനായ, ആഞ്ജനേയ സഖാവായ ശ്രീരാമചന്ദ്രൻ. ഒരു മനുഷ്യനായി അവതാരമെടുത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇത്രയും വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടും താൻ അനുവർത്തിച്ചു പോന്ന ധർമ്മചിന്തയിൽ നിന്ന് കടുകിട വ്യതിചലിക്കാതെ ജീവിച്ചു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മപരായണനെന്നോ അല്ലെങ്കിൽ മര്യാദാ പുരുഷോത്തമനെന്നോ ഒക്കെ പറയുന്നത്. ശ്രീരാമനെക്കുറിച്ചും നമ്മൾ 2 അധ്യായങ്ങളിലായാണ് സംസാരിക്കുന്നത്. ഈ 1-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ശ്രീരാമൻ സാധാരണ ഒരു അവതാരത്തെ പോലെയല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളിലും വലിയ സ്വാധീനം സൃഷ്ടിച്ചിട്ടുള്ള ഒരു അവതാര പുരുഷനാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിൽ ആരാധിക്കപ്പെടുന്ന ആളാണ്. നമുക്ക് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപാകമുണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ അത് ഭക്തന്മാരിൽ സങ്കടമുണ്ടാക്കുന്നത്, പ്രതിഷേധമുണ്ടാക്കുന്നത്. ശ്രീരാമൻ അപ്രമാദിത്വമുള്ള, തെറ്റുകളൊന്നും സംഭവിക്കാത്ത, ജീവിതത്തിൽ ശരികൾ മാത്രം ചെയ്തിട്ടുള്ള, ധർമ്മപരായണനായി ജീവിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. അതേസമയം വാൽമീകിയുടെ രാമായണം നമ്മളെ മറ്റൊന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. രാമൻ എന്നത് സാധാരണ മനുഷ്യൻ്റെ ജീവിതം ജീവിച്ചിട്ട് അസാധാരണമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് എന്ന്. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് വാൽമീകി സൃഷ്ടിക്കുന്നത്. രാമായണ രചന വാൽമീകി ആരംഭിക്കുന്നതിന് ഒരു മാതൃകാ പുരുഷനെക്കുറിച്ച് എനിക്ക് കഥ എഴുതണം എന്ന് പറഞ്ഞു. കോന്വസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ചവീര്യവാൻ, നമ്മളത് പലതവണ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറപ്പെടുകയാണ്. ഏറ്റവും മാതൃകാപരമായി ജീവിച്ചിട്ടുള്ള സകല ഗുണസമ്പൂർണനായിട്ടുള്ള ഒരാളെക്കുറിച്ച് എഴുതാനാണ് പുറപ്പെടുന്നത്. അങ്ങനെ എഴുതാൻ പുറപ്പെട്ടിട്ട് ഒരു കഥാപാത്രത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ നാരദനാണ് അദ്ദേഹത്തോട് പറയുന്നത്, രാമനെ കുറിച്ച് എഴുതാം എന്ന് പറയുന്നത്. രാമൻ്റെ കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ രാമൻ്റെ കഥ നേരത്തെ പ്രചാരത്തിലുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വാൽമീകി അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ പൂരിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞതാവാം. ഏതു തരത്തിലും ആവട്ടെ, വാൽമീകി അത് എഴുതാൻ ആരംഭിക്കുമ്പോൾ ആ മാതൃകാപരമായി ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഭൂമിയിലെ എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും കടന്നുപോയാലേ കഴിയൂ എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്താൻ പ്രേരിപ്പിക്കും വിധമാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് രാമൻ എന്നത് നമ്മൾ കരുതുന്നത് പോലെ ഒരു സാധാരണ കഥാപാത്രമല്ല. ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെ നമ്മൾ എന്നതിൻ്റെ പാഠമായി വാൽമീകി നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന കഥാപാത്രമാണ്. രാമൻ്റെ ബാല്യം വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല, കൗമാരമാണ് പറയുന്നത്. കൗമാരത്തിൽ അദ്ദേഹത്തിൻ്റെ യാഗരക്ഷയും അങ്ങനെ വിവാഹം വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ കഥ ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിംഹാസനം ഉപേക്ഷിച്ച് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട് ഗുഹനെ കാണുന്നത് മുതൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന എല്ലാവരിലും അദ്ദേഹത്തോടുള്ള ആദരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് അധികാരത്തിൻ്റെ ഒരു പിൻബലവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള ആകെ ദശരഥൻ്റെ മകനാണ് എന്ന് പറയാവുന്ന ഒരു പൈതൃകത്തിൻ്റെ ബലമല്ലാതെ ഒരു ബലവും അദ്ദേഹത്തിനില്ല. ഇപ്പോൾ രാവണൻ്റെയൊക്കെ കാര്യത്തിലുള്ളതുപോലെ ഒരു വരത്തിൻ്റെയും ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനില്ല. മുറിവേറ്റാൽ വീഴുന്നയാളും ആഘാതമുണ്ടായാൽ മോഹാലസ്യപ്പെടുന്ന ആളുമൊക്കെയാണ് രാമൻ. പക്ഷേ ഈ രാമനെ ആദ്യന്തം അവിടെ നിന്ന് ആരംഭിക്കുന്ന ഗുഹൻ്റെ കാലം മുതൽ നമ്മൾ എടുത്താൽ മതി. അതിനു മുമ്പുള്ളതൊരു കൗമാരമാണല്ലോ. ഈ ഗുഹനെ കാണുന്ന അദ്ദേഹം സ്വതന്ത്രമായി ലോകത്തേക്ക് ഇറങ്ങുകയാണ്. ആ സ്വതന്ത്രമായി ലോകത്തേക്ക് ഇറങ്ങുന്ന കാലം മുതൽ അവസാനം രാവണനെ കാണുന്നത് വരെയുള്ള ആ ജീവിത കാലഘട്ടത്തിൽ കാണുന്ന എല്ലാവരിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് രാമൻ്റെ സഞ്ചാരം. എല്ലാവർക്കും ബഹുമാനം. നമ്മൾ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം വളരുന്നത്, നമ്മളൊരു നോവലോ കഥയോ ഇനി കാവ്യമോ എന്തു വായിച്ചാലും അതിലെ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം വളരുന്നത് ആ കഥാപാത്രം ഇടപെടുന്ന മനുഷ്യർ അദ്ദേഹത്തോട് കാണിക്കുന്ന പ്രതികരണത്തിൽ നിന്നാണ്.
എല്ലാ പ്രധാന കഥാപാത്രങ്ങളും അങ്ങനെയാണ്. അവരോട് മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ഉള്ളിൽ അവരുടെ ഇമേജ് വളർന്നു വരുന്നത്. അപ്പോൾ ശ്രീരാമനുമായിട്ട് ഇടപെടുന്ന എല്ലാവരും ശ്രീരാമനോട് അത്യധികം ബഹുമാനം കാണിക്കുന്നു. വെറും ബഹുമാനമല്ല, വലിയ ആദരവ് കാണിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഏറ്റവും വലിയ വില കൽപ്പിക്കപ്പെടുന്നു. എല്ലാ ഘട്ടത്തിലും അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് അങ്ങനെ ഒരു വില കൽപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ സന്ദർഭം എടുത്തു നോക്കിയാൽ സുഗ്രീവനെ കാണുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഹനുമാനുമായിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹം ഹനുമാനിലും ഹനുമാൻ അദ്ദേഹത്തിലും ഒരുപോലെ തന്നെ പരസ്പരം പരസ്പര ആകർഷണം ഉണ്ടാകുന്നു, പരസ്പര ആദരം ഉണ്ടാകുന്നു. ഏതാണ്ട് അവസാന ഭാഗത്തു നിന്നൊരു ഉദാഹരണം പറയാം. ഈ സീതയെ അഗ്നിപ്രവേശത്തിനായിട്ട് യുദ്ധാനന്തരം പ്രേരിപ്പിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്കും സത്യം പറഞ്ഞാൽ അതിനോട് യോജിപ്പില്ല. എല്ലാവർക്കും അമ്പരപ്പും അസ്വസ്ഥതയുമാണ്. പക്ഷേ അത് ആവശ്യമുണ്ട് എന്ന് രാമൻ പറയുന്നതോടുകൂടി അതിനകത്തൊരു എതിരില്ലാതെ ആ കാര്യം അങ്ങ് അംഗീകരിക്കപ്പെടുകയാണ്, നിശബ്ദമായി അംഗീകരിക്കുകയാണ്. മറ്റൊരു സന്ദർഭം ഞാൻ പറയാം. വിഭീഷണൻ രാവണൻ്റെ അടുത്തു നിന്നിറങ്ങി രാമൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്ന ഭാഗം. അപ്പോൾ ശ്രീരാമൻ്റെ പാളയത്തിൽ ലക്ഷ്മണന് താല്പര്യമില്ല, സുഗ്രീവന് താല്പര്യമില്ല. ആകെ ഹനുമാൻ മാത്രമാണ് ദുർബലമായിട്ടൊന്ന് അനുകൂലിക്കുന്നത്. ആ സമയത്ത് ശ്രീരാമൻ പറയുന്നത്, എന്നെ അഭയം പ്രാപിച്ച് രാവണൻ വന്നാൽ പോലും ഞാൻ സ്വീകരിക്കും, ഇതിനകത്ത് ശത്രുതയില്ല എന്നാണ് പറയുന്നത്. അഭയം തേടി വരുമ്പോൾ ആ സന്ദർഭത്തിൽ ശ്രീരാമൻ ഒരു അവസാന വാക്ക് പറയുകയാണ്. അവിടെ വെച്ചത് അവസാനിക്കുന്നു. വിഭീഷണനെ സ്വീകരിക്കുമ്പോൾ എല്ലാവരും വിസമ്മതത്തോടു കൂടിയല്ല സ്വീകരിക്കുന്നത്, പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ഇനിയൊരു സന്ദർഭം, രാവണൻ്റെ മരണമുണ്ടായി കഴിഞ്ഞിട്ട് രാവണൻ്റെ ശവസംസ്കാരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഭീഷണൻ ആദ്യം പറയുന്നത്, ഇത്രയേറെ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളെ നമ്മൾ സംസ്കരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമനാണ് പറയുന്നത്, അങ്ങനെയല്ല, അദ്ദേഹം മഹാവീരനായിട്ടുള്ള ഒരാളാണ്, മഹാവീരനെ പോരാടി മരിച്ചതാണ്, ലോകം മുഴുവൻ അയാളെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, മരണപര്യന്തമാണ് ശത്രുത, മരണം കഴിഞ്ഞാൽ പിന്നെ ശത്രുതയില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സംസ്കരിക്കണം എന്ന് പറയുന്നതോടുകൂടിയാണ് വിഭീഷണൻ തയ്യാറാവുന്നത്. മണ്ഡോദരിയുടെ വിലാപത്തിൽ മണ്ഡോദരി അത് പറയുന്നുമുണ്ട്, ഈ വിഭീഷണൻ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ്. പക്ഷേ അത് ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ചാണ് അങ്ങനെ മാറ്റി പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ അങ്ങനെ ഒരു അധിർഷ്യത ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു നേതൃത്വ ഗുണം അദ്ദേഹം ആ രാമായണത്തിൽ ഉടനീളം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് ഋഷിമാരായാലും ശരി, അസുരന്മാരായാലും ശരി, ദേവന്മാരായാലും ശരി, ആരായാലും സഹപ്രവർത്തകരായാലും എല്ലാം അദ്ദേഹം അതങ്ങനെ പ്രദർശിപ്പിക്കുന്നു. ശ്രീരാമൻ്റെ നേതൃത്വ ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വാൽമീകി ശ്രീരാമനെ സൃഷ്ടിച്ചതിലെ വളരെ സങ്കീർണതകളുമുണ്ട്. രാമായണത്തിലെ മിക്ക കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവം വ്യക്തമാകുന്ന വിധത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അവർ ഒരുപോലെ പെരുമാറുന്നവരാണ്. രാവണൻ ആദ്യം മുതൽ അവസാനം വരെ രാവണൻ തന്നെയാണ്. പക്ഷേ ശ്രീരാമൻ്റെ കാര്യത്തിൽ ആണ് വാൽമീകി ശരിക്കും ഏറ്റവും മികച്ച കളിമണ്ണ് ഉപയോഗിച്ച് നമ്മൾ ശില്പമുണ്ടാക്കി എന്ന് പറയുന്നത് പോലെ വാൽമീകിയുടെ പ്രതിഭ ഏറ്റവും അധികം സജീവമായത് ശ്രീരാമനെ സൃഷ്ടിക്കുമ്പോഴാണ്. പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട് അദ്ദേഹത്തിന്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറുന്നുണ്ട്. ചിലയിടത്ത് പ്രതിസന്ധികൾക്ക് മുന്നിൽ അക്ഷോഭ്യനായി നിൽക്കുന്നുണ്ട്, ചിലയിടത്ത് വിലപിക്കുന്നുണ്ട്, ചിലയിടത്ത് അദ്ദേഹം ഹതാശനാകുന്നുണ്ട്. ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലെങ്കിലും ജീവൻ ഒടുക്കിയാൽ എന്ത് എന്ന് ആലോചിക്കുന്നതായി പറയുന്നുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ ആ വികാരങ്ങളിലൂടെ എല്ലാം ഇങ്ങനെ ശ്രീരാമൻ എന്ന കഥാപാത്രം കടന്നു പോവുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി നമുക്ക് പറയാവുന്ന ഒരു ഘട്ടമാണ് ഈ അഭിഷേക വിഘ്നത്തിൻ്റെ. അഭിഷേകം നടക്കുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ട് നമ്മൾ പലതവണ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇതിനകം. അഭിഷേകം നടക്കുമെന്ന് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം വന്ന് സീതയോട് അഭിഷേകം നടക്കും എന്ന് പറഞ്ഞിട്ട് അതിൽ ആഹ്ലാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സീതയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമന്ത്രൻ വരുന്നത്. സുമന്ത്രർ വന്നിട്ട് പറയുന്നത്, അച്ഛനും കൈകേയി മാതാവും കൂടി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ശ്രീരാമൻ സീതയോട് പറയുന്നത്, കൈകേയി മാതാവും അച്ഛനും കൂടി അഭിഷേകത്തെ സംബന്ധിച്ചെന്തോ പുതിയ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് സന്തുഷ്ടനായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പറച്ചിൽ എവിടെയോ ഒരു ദുസ്സൂചന ഉണ്ട് എന്നും വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം നേരെ അങ്ങനെ സന്തോഷിച്ചാണ് പോകുന്നത്.
ഇദ്ദേഹം പോകുന്ന വഴിയിൽ അയോധ്യ നിവാസികൾ മുഴുവൻ അതിൻ്റെ പിന്നാലെ കൂടുന്നു. ധാരാളം പേരൊപ്പം യാത്ര ചെയ്യുന്നു. കാരണം അഭിഷേകം നടത്തി അടുത്ത യുവരാജാവാകാൻ പോകുന്ന ആളാണ്, ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമനോട് എല്ലാവർക്കും സ്നേഹമാണ്. അങ്ങനെ ഒരു വലിയ ജനസമൂഹമാണ് അദ്ദേഹത്തോടൊപ്പം ദശരഥൻ ഇരിക്കുന്ന കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തോട് പറയുന്നത്, ഇങ്ങനെ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ രാജാവ് രാമ രാമ എന്ന് വിളിക്കുന്നതല്ലാതെ രാജാവ് ഒന്നും പറയുന്നില്ല, പരീക്ഷണനായിരിക്കണം. അപ്പോൾ കൈകേയി രാജാവിന് വേണ്ടി ഈ 14 വർഷം വനത്തിൽ പോകണമെന്നും ഭരതന് രാജ്യഭാരം ഏൽപ്പിക്കണമെന്നും പറയുമ്പോൾ ശ്രീരാമൻ അത് സ്വീകരിക്കുന്നത് അക്ഷോഭ്യനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേശികൾക്ക് പോലും ഒരു ഇളക്കമുണ്ടായിട്ടില്ല എന്നാണ്. അത്രയ്ക്ക് അക്ഷോഭ്യനായിട്ടാണ് അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ കൗസല്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ ഒരു ചാഞ്ചല്യം വരുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് കൗസല്യയോട് പറയുന്നുണ്ട്, അങ്ങനെ ഇതാ അങ്ങനെ ഒരു പുതിയ വാർത്ത വന്നിരിക്കുന്നു, നമുക്കത്ര ഗുണകരമല്ലാത്തതും ഹിതകരമല്ലാത്തതുമായിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു, നമുക്കല്ലാതെ മറ്റെല്ലാവർക്കും സുഖമുണ്ടാകുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു, ചിലർ ആഗ്രഹിച്ചത് നടക്കട്ടെ എന്നൊക്കെ പറയുന്ന തരത്തിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സീതയുടെ അടുത്തേക്ക് വരുമ്പോഴും സീതയോട് അദ്ദേഹം ഈ കാര്യം പറയുമ്പോൾ ഇതേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കലക്കം അദ്ദേഹത്തിൻ്റെ പറച്ചിലുണ്ട്. നമ്മൾ നോക്കണം, ഈ ഒരു ചെറിയ സന്ദർഭത്തിൽ എത്ര തരം വികാരങ്ങളാണ് ഒരു ആളിലൂടെ കടന്നു പോകുന്നത്. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, ആ തരത്തിലുള്ള മനസ്ഥൈര്യമുണ്ട്. അധികാരമെന്നത് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നത് എനിക്ക് അർഹമായ ഒന്നെനിക്കില്ലാതാകുന്നല്ലോ എന്ന ചിന്ത ഉള്ളിലുണ്ടാവണം. അപ്പോൾ ഈ ചെറിയൊരു സന്ദർഭത്തിൽ ഇത്രയും കാര്യങ്ങൾ കടന്നു പോവുകയാണ്. സുമന്ത്രനുമായിട്ട് നേരെ വനത്തിൽ ചെന്നിട്ട് സുമന്ത്രൻ പറയുന്നത് ഞാനിവിടെ അങ്ങയോടെ കൂടെ നിൽക്കാം എന്നാണ്. സുമന്ത്രനോട് തിരിച്ചു പോകാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അത് രാമൻ്റെ ഒരു ചിന്തയുടെ ഒരു ബലമാണ് കേട്ടോ അത്. അപ്പം പറയുന്നത്, സുമന്ത്രൻ എന്നോടൊപ്പം ഇവിടെ നിന്നാൽ കൈകേയി മാതാവ് വിചാരിക്കുക നിങ്ങൾ തിരിച്ചു ചെല്ലാത്തത് കൊണ്ട് എന്നെ നിങ്ങളിവിടെ കൊണ്ടുവിട്ടു എന്നവർക്ക് ബോധ്യം വരില്ല. അത് മുഴുവൻ എൻ്റെ അച്ഛനാണ് അതിൻ്റെ ദുഃഖം അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ തന്നെ കൈകേയി മാതാവിന് മനസ്സിലാവും ഇയാളെ ഉപേക്ഷിച്ചു, വനത്തിൽ ഉപേക്ഷിച്ചു, എൻ്റെ അച്ഛൻ അത്രയും ഉപദ്രവം കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ട ഒരു കാഴ്ച ശ്രീരാമനിലുണ്ട്. ഇവർ 3 പേരും ഉപേക്ഷിച്ചു പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട് ശ്രീരാമനിൽ. കാട്ടിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒറ്റയ്ക്കായ രാത്രി, ആദ്യത്തെ രാത്രി, അവിടെ ഇരുന്ന് ധാരാളം കാര്യങ്ങൾ ശ്രീരാമൻ ലക്ഷ്മണനോട് ഒരു ആത്മകഥം പോലെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, കൈകേയിക്കും ഭരതനും സുഖം വരുന്ന ഒരു ഏർപ്പാടാണ്, കൈകേയി മഹാരാജ്ഞിയായിരിക്കും, ഭരതൻ രാജ്യം ഭരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് അദ്ദേഹം. ഇതെല്ലാം പറഞ്ഞിട്ട് ശ്രീരാമൻ പറയുന്നു, എൻ്റെ ഭുജബലം കൊണ്ട് എൻ്റെ വീര്യം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ അയോധ്യയെ മാത്രമല്ല എനിക്ക് ഈ ലോകത്തെ തന്നെ കീഴ്പ്പെടുത്താൻ കഴിയും. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ അധർമ്മ ഭയഭീതനാണ് എന്നാണ് പറയുന്നത്. അധർമ്മമാകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ വേവലാതിയുള്ള ആളാണ്, അധർമ്മ ഭയഭീതനാണ് എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് വാൽമീകി അവിടെ ഈ വാക്കിൽ ഒരു സൂത്രം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ശ്രീരാമൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് സംഭവിച്ചിട്ടുള്ള സകല കാര്യങ്ങൾക്കും നമുക്ക് പെട്ടെന്നൊരു ഉത്തരം ഈ ഒരു സമസ്ത പദത്തിൽ നിന്ന് ലഭിക്കും. അധർമ്മ ഭയഭീതനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും ഭയം അധർമ്മമാകുമോ, താൻ ചെയ്യുന്നത് അധർമ്മമാകുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും. ആ ശക്തിക്കും ആ ദൗർബല്യത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. പിന്നീട് രാമവിമർശകരായിട്ടുള്ള ആളുകൾ, രാമനെ വിമർശിക്കുന്ന ആളുകൾ, രാമനെക്കുറിച്ച് രാമൻ ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചത് എന്തിന് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു ഉത്തരം ഈ വാക്കാണ്. അദ്ദേഹം അധർമ്മ ഭയഭീതനാണ്. ധർമ്മം വിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ആപത്താകുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ആ ധർമ്മം എന്താണ്? ആ ധർമ്മം അക്കാലത്ത് നിലവിലിരിക്കുന്ന ധർമ്മമാണ്. നമ്മളതിനെ ഇവിടുത്തെ ഭാരതീയ ന്യായ സംഹിതയുമായിട്ട് ചേർത്ത് വെച്ച് കാണുമ്പോൾ അല്ല അതിനെ പരിശോധിക്കേണ്ടത്. അത് ആ കാലത്തെ ധർമ്മമാണ് അദ്ദേഹം പരിപാലിക്കുന്നത്. അതിൽ നമ്മൾ പിൽക്കാലത്ത് ജീവിക്കുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് അതിൽ ശരിയല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളിൽ മനുഷ്യ സമൂഹം പലതരത്തിൽ പരിവർത്തനം വന്നും പലതരത്തിൽ ചിന്തിച്ചും മനുഷ്യൻ എത്തിച്ചേർന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ
പഴയ ഏതോ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കൃതിയിലെ കഥാപാത്രത്തെ നമ്മളിപ്പോൾ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനൊരു കാരണമില്ലേ എന്ന് ചോദിച്ചാലുണ്ട്. അങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ കാരണം ശ്രീരാമൻ ഇന്നും ഭാരതത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു പ്രതീകമാണ്, ആരാധനാപുരുഷനാണ്. ഭാരതത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ ശ്രീരാമനെ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ജീവിതവും ശ്രീരാമൻ്റെ പ്രവൃത്തികളും ഇന്നും ഒരു ചർച്ചാ വിഷയമാകും. അതിൽ തെറ്റു പറയാനില്ല. ആ ജീവിതം മാതൃകയാകണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. അതെ, ആ ജീവിതം മാതൃകയാവണം. ആ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാമുള്ള കാര്യങ്ങളുണ്ടായി എന്ന് ആ ജീവിതത്തെ വിശകലനം ചെയ്യുന്നവരിൽ ശ്രീരാമനെ വിമർശിക്കുന്ന ആളുകൾ പറയും. ഞാൻ പറയുന്നത് ഒരു ശ്രീരാമഭക്തനും അതിൽ അസഹിഷ്ണുവാവേണ്ട കാര്യമില്ല. കാരണം വാൽമീകി സൃഷ്ടിച്ചിരിക്കുന്ന ഈ കഥാപാത്രം അതിൻ്റെ നന്മകൾ കൊണ്ട്, അതിൻ്റെ നന്മകളുടെ ഔന്നത്യം കൊണ്ട്, ആ പ്രവൃത്തികളുടെ ഔന്നത്യം കൊണ്ട് അത് അതിൻ്റെതായ നിലയിൽ നിൽക്കും. കളങ്കമില്ലാത്തതായിട്ട് എന്താണുള്ളത്? എല്ലാ സ്ഥലത്തും ചന്ദ്രനിലും കളങ്കമുണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ? എല്ലായിടത്തും ഒരു കളങ്കത്തിൻ്റെ അംശം കാണുമല്ലോ. അപ്പോൾ ശ്രീരാമനിൽ കളങ്കമുണ്ടെന്നല്ല, ശ്രീരാമൻ്റെ പ്രവൃത്തികൾ ചിലർക്ക് വേദന ഉണ്ടാക്കുന്നതായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ശ്രീരാമൻ്റെ ആരാധകർക്ക് പോലും അതിൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ അങ്ങനെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീരാമൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തെ ഈശ്വരനായി ആരാധിക്കുന്നതിനോ അദ്ദേഹത്തെ പൂജിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഉണ്ടാവുന്നില്ല. അതങ്ങനെ ഒരു കണക്കിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ ചിന്തകളിൽ ശ്രീരാമൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വാൽമീകി എന്ന രചയിതാവിൻ്റെ ഒരു മിടുക്കു കൂടിയാണ്. ശ്രീരാമൻ ജീവിച്ചിരുന്നു, ചരിത്രപരമായി ശ്രീരാമൻ ജീവിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആലോചിച്ചാൽ ആ കഥാപാത്രത്തെ ആധാരമാക്കി, അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മഹാചക്രവർത്തിയെ ആധാരമാക്കി ഒരു കൃതി എഴുതുമ്പോൾ ആ കൃതി ഇന്നും നമ്മളുടെ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നു. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ 30 ദിവസം നമ്മളിവിടെ സംസാരിക്കാനിരുന്നു ഈ കൃതിയെ ആധാരമാക്കി. അത് കേൾക്കാൻ കുറേ മനുഷ്യരുണ്ടാവുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കാൻ കുറേ മനുഷ്യരുണ്ടാവുന്നു. നമ്മൾ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നും ശ്രീരാമനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ അഭിഷേക വിഘ്നത്തിൻ്റെ സമയത്തും അതിനോടടുത്തും കാണുന്ന ഈ ഭാവഭേദങ്ങളുണ്ടല്ലോ, അതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആ ഭാവഭേദങ്ങൾ കാണാം. വനത്തിൽ ജീവിക്കുമ്പോൾ വേറൊരു എക്സ്റ്റസിയിലാണ് ശ്രീരാമൻ ജീവിക്കുന്നത്, അതിൻ്റെ ഒരു ഉന്മാദത്തിലാണ്. ആ സീതയുമായിട്ട് ജീവിക്കുന്നതിൻ്റെയും സഹോദരൻ കൂടെ ഉള്ളതിൻ്റെയും വനത്തിൻ്റെ പ്രശാന്തതയുടെയും ഒക്കെ ഒരു ഉന്മാദത്തിൽ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ആ ജീവിതത്തിനൊരു ഭംഗം വരുന്നത് സീതാപഹരണത്തോടു കൂടിയാണ്. സീതാപഹരണം വരെ ശ്രീരാമൻ്റെ നമ്മൾ ഈ രാമായണത്തിലെ ശ്രീരാമൻ്റെ അവസ്ഥയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, സീതാപഹരണം വരെയുള്ള ശ്രീരാമൻ്റെ ജീവിതം, സീതാപഹരണത്തിന് ശേഷമുള്ള ശ്രീരാമൻ്റെ ജീവിതം. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ജീവിതങ്ങളാണ്. സീതാപഹരണം വരെ ജീവിച്ച ശ്രീരാമനെ അല്ല നമ്മൾ സീതാപഹരണത്തിന് ശേഷം കാണുക. സീതാപഹരണം വരെ ശ്രീരാമൻ നവവിവാഹിതനായിട്ടുള്ള 13 വർഷം കാട്ടിൽ ജീവിച്ചു, വിവാഹിതരായിട്ട് പിന്നെയും അത്രയും കാലം ജീവിച്ചു. പക്ഷേ എന്നാലും ആ യൗവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു തിരയടങ്ങാത്ത ആഹ്ലാദ ജീവിതം, ഇടയ്ക്ക് അസുരന്മാർ വരികയും അവരെ കൊല്ലുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശൂർപ്പണഖയുടെ ആഗമനം വരെ ശ്രീരാമൻ്റെ ജീവിതം എന്നത് ഏതാണ്ട് തടസ്സങ്ങളില്ലാതെ എന്നേ പറയാൻ പറ്റൂ, ഏതാണ്ട് തടസ്സങ്ങളില്ലാതെ ഒഴുകുന്നതും അദ്ദേഹം ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ സന്തോഷം, അധികാരത്തിലിരിക്കുന്നതിൻ്റെ സന്തോഷമല്ല, അല്ലാതെ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കാലമാണ്. അതിനുശേഷമുള്ള കാലം വളരെ വ്യത്യസ്തമായിട്ടൊരു കാലമാണ്. നമ്മൾ ഈ അപഹരണം വരെയുള്ള കാലത്ത് ശ്രീരാമൻ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ മറ്റു പല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. സീതാപഹരണ സമയത്ത് അദ്ദേഹം ലക്ഷ്മണൻ എങ്ങനെ ഇറങ്ങിപ്പോകുന്നതിൽ ലക്ഷ്മണനെ അതികഠിനമായിട്ട് ശാസിക്കുന്നുണ്ട്. ഇത് ലക്ഷ്മണൻ്റെ മാത്രം കുറ്റമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സഹോദരനോടുള്ള വാത്സല്യവും സ്നേഹവും കൊണ്ട് അദ്ദേഹം അത് ഒരു തവണ ശകാരിച്ച് അടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അതങ്ങനെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇത് ചെല്ലുന്ന ഉടനെ ലക്ഷ്മണനോട് അദ്ദേഹം പറയുന്നത്, നീ ചെയ്തത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ സീത പറയുന്നത് കേട്ടുകൊണ്ട് വരാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, നീ അവിടെ തന്നെ നിൽക്കണം, നിനക്കറിയാമല്ലോ എന്നെ എന്നാണ്. പക്ഷേ ലക്ഷ്മണൻ സഹിച്ചത് എന്താണെന്ന് ലക്ഷ്മണനെ അറിയാവൂ, അതുകൊണ്ട് അദ്ദേഹം പോന്നു. അപ്പോൾ അങ്ങനെയാണ് അപഹരണം സംഭവിക്കുന്നത്. അപഹരണം സംഭവിക്കുമ്പോൾ പിന്നെ വലിയ ദീർഘവിലാപമാണ്. സീതയോട് ശ്രീരാമനുള്ള പ്രണയത്തിൻ്റെ മുഴുവൻ ശക്തിയും ഒരു അണകെട്ടി നിർത്തിയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അത് പൊട്ടി ഒഴുകുന്നത് പോലെ അദ്ദേഹം
എല്ലാ മരങ്ങളോടും എല്ലാ നദികളോടും എല്ലാ വസ്തുക്കളോടും ജീവനുള്ളവയോടും ജീവനില്ലാത്തവയോടും ഒക്കെ എവിടെ സീത എന്ന് ചോദിച്ച് എന്റെ വിലപിച്ചാണ് കണ്ടോ എന്ന് നടക്കുന്നത്. ചോദിച്ചു അപ്പോൾ ആദ്യം ഇവർ വിചാരിക്കുന്നത് സീത വനത്തിൽ എവിടെയോ ഉണ്ടെന്നാണ്. രാവണൻ അപഹരിച്ചു എന്ന് അവർ വിചാരിക്കുന്നില്ല, വനത്തിൽ എവിടെയോ ഉണ്ടെന്നാണ്. അപ്പോൾ വനത്തിലെ എല്ലാ ഗുഹകളിലും ഇവർ രണ്ടുപേരും ഇറങ്ങി പരിശോധിക്കുന്നുണ്ട് സീത എവിടെ ഉണ്ടോ എന്ന്. വനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് സീത ഇങ്ങനെ അപഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. കബന്ധനാണ് അവർക്ക് ശരിക്കും വഴി കാണിച്ചു കൊടുക്കുന്നത്. ഈ വഴിക്ക് പോകണം എന്ന് പറഞ്ഞ് കബന്ധനാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ജടായുവിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീരാമൻ്റെ ജീവിതത്തിലെ ഈ ഘട്ടം വരെ നമുക്ക് ഇന്ന് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം വിശദമായി സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അതെ, ശ്രീരാമചന്ദ്രൻ്റെ സംഘർഷഭരിതമായ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് നാളെ സംസാരിക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.